വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ഓണം വന്നെത്തി ഗായ്സ്. അപ്പൊ ഇന്ന് ഉത്രാടാണ്. ഹാപ്പി ഉത്രാടം എല്ലാവർക്കും. ഈ ഒരു വർഷത്തെ ഓണം എല്ലാവർക്കും അടിപൊളിയാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഞങ്ങളുടെ ഓണം ഈ വർഷം നാട്ടിൽ തന്നെയാണ്. പാഞ്ഞാൾക്ക് പോവാൻ നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പൊ നാളെ നമ്മുടെ പൂക്കളവും തിരുവോണ ഓണസദ്യയും ഒക്കെ ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് കൂടാന്ന് വിചാരിക്കുന്നു. അപ്പൊ ചെറിയൊരു ഓണം വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനിപ്പോൾ പോകുന്ന വഴിക്ക് പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് ഈ 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ കണ്ടുവന്നാലോ. അപ്പൊ നമുക്ക് പോവാം. നമ്മളിന്ന് എങ്ങനെയാ പോണേ? ഇല്ലത്തെ ആരൊക്കെയല്ലേ പറയൂ? മുത്തശ്ശൻ, കുഞ്ഞുവല്ലിച്ചൻ, വല്യമ്മ, വേറെ ആരൊക്കെയുള്ള പക്കായി, കുഞ്ഞു പക്കായി ഉണ്ടല്ലേ? യൂട്യൂബ് എല്ലാവർക്കും ഹാപ്പി ഓണം പറയൂ. ഓണം അടിപൊളി ആവട്ടെ എന്ന് പറയൂ എല്ലാവർക്കും. ഓണം അടിപൊളിയാവട്ടെ. ഒരു ഐ ലവ് യു പറയൂ. അപ്പം അവൻ പോയി. എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അവൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ വീടായാലും ഏട്ടൻ്റെ വീടായാലും പാഞ്ഞാൾ അവിടെ മിറ്റവും എല്ലാം ഓടിക്കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. പിന്നെ മറ്റേ പശു ഉണ്ട്. അപ്പോൾ അതൊക്കെ അവനത് കാണാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവൻ നല്ല ഇൻട്രസ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി നമുക്ക് പോണ വഴിക്ക് പൂക്കളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലൊക്കെ കയറാം. ആർ യു റെഡി ഫോർ ഓണം 2025? Yo. എങ്ങനെ ഒന്നുകൂടി പറയൂ, ഒന്നുകൂടി പറയൂ. ഇല്ലത്തെത്തി, ഇല്ലത്ത് എവിടെ? ഹായ് പറയൂ പക്കായോട്. ഹായ്. സുഖാണോ ചോദിക്കേ? കൈകൊണ്ട് ചോദിക്കിങ്ങനെ. അപ്പോൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ ഗെയിംസ് പരിപാടികളൊക്കെ ഉണ്ട്. കസേരക്കളി, സ്പൂൺ റേസ്, വടംവലി, ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ പോയി ഷൂട്ട് ചെയ്താലോ? ഇതാണ് നമ്മുടെ പാഞ്ഞാൾ നാട്. ആ ഗ്രാമഭംഗി ഒന്ന് കാണിക്കുക കേട്ടോ.
ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ രാവിലെ കുളിച്ചൊക്കെ വന്നു. നമുക്ക് പൂവിന് നേരെയാക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂവിടണം, അമ്പലത്തിൽ പോയി തൊഴണം. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. പക്ഷെ രാവിലെ നല്ല മഴ ദിവസമാണ് കേട്ടോ. എന്താവും എന്നറിയില്ല. ഞാനാണെങ്കിൽ ഇത് സെറ്റിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അറിഞ്ഞൂടാ, നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വേഷത്തിൽ തന്നെയായിരിക്കും അമ്പലത്തിൽ പോകുന്നുണ്ടാവുക. നമുക്ക് നോക്കി വെക്കാം. എന്തായാലും പൂ സെറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് പൂവിടുക. ഇതൊക്കെയാണ് രാവിലത്തെ ചടങ്ങുകൾ. അമ്പലത്തിലൊന്നും പോയി തൊഴണം. ചൂട്ടനും ഏട്ടനൊന്നും എണീറ്റിട്ടില്ല. അവരൊക്കെ എണീറ്റിട്ട് റെഡി ആയിട്ട് എല്ലാവരോടും ഒരുമിച്ച് പോവാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് പൂ സെറ്റ് ചെയ്യാം. ഹലോ, അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നു. ആ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിന് പകരം നല്ല വെയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു, പൂക്കളൊക്കെ ഇട്ടു. ഞാൻ പൂക്കളം കാണിച്ചു തരാം. അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയൊരു ഹാപ്പി ഓണം പറയാനുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ക്ലിപ്പിങ്സ് ഇടാം. അത് കഴിഞ്ഞ് ഇനി എന്താ, നമ്മുടെ ഓണസദ്യയാണ്. അതോടുകൂടി എന്താ ഈ വർഷത്തെ ഒരു ഓണം കഴിഞ്ഞു. പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കുറേ മെമ്മറീസ് ഉണ്ടായിരുന്നു. അത്തം മുതലേ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ നമുക്ക് കുറേയൊക്കെ അതിൽ ചേഞ്ചസ് വന്നു. ഇപ്പോൾ ഫ്ലാറ്റൊക്കെ ആയിരുന്നപ്പോൾ അതെ ഒരാൾ വരുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇച്ചുട്ടാ ഹായ് പറയൂ, ഹാപ്പി ഓണം എന്ന് പറയൂ. നമുക്ക് കഴിച്ചു, അമ്മയ്ക്കൊരു ഉമ്മ തരൂ. അയ്യോ, ഇത്ര വലിയ ഉമ്മയായിരുന്നോ? അപ്പം എന്താ, പണ്ടത്തെ ഒരു അത്തം മുതൽ പൂക്കളം ഒക്കെ ഇട്ടിട്ട് പണ്ട് അങ്ങനെ കുറേ നല്ല മെമ്മറീസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തവണ ഒക്കെ നമുക്ക് ഇപ്പോൾ ഫ്ലാറ്റൊക്കെ ആയപ്പോൾ കുറേയും കൂടി കയ്യിൽ ചേഞ്ചസൊക്കെ വന്നു. പക്ഷെ എന്നാലും പണ്ടത്തെ ഒരു ഓണക്കാലം തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഏറ്റവും മെമ്മറീസിൽ ബെസ്റ്റായിട്ടുള്ളത്. അങ്ങനെ അപ്പം എന്താ, പൂവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ. ഇനി ഓണസദ്യയൊക്കെ കഴിക്കുന്ന സമയത്ത് കാണിക്കാം. ഇപ്പം നമ്മളുടെ വീട്ടിൽ നിന്നിപ്പോൾ ഞങ്ങൾ മാത്രമൊക്കെ തന്നെയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഏട്ടന്മാരും വൈഫും കുട്ടികളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ വർഷം എല്ലാവരും ഓരോ തിരക്കിലായിപ്പോയി. അപ്പോൾ ഇത്തവണ ഞങ്ങൾ മാത്രമുള്ളൊരു ഓണമാണ്. അപ്പോൾ അവൻ വാശിയായി. അപ്പോൾ ഇത്തവണ ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു ഓണമാണ്. കരയരുത്, അയ്യേ കളിയാക്കും. ഓണായിട്ട് കരയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പൂക്കളം കാണിച്ചു തരാം.
ഹാപ്പിയാണോ? ഹാപ്പിയാണോ? മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഹാപ്പി ഓണം. എന്താ ഹാപ്പി ഓണം. ഹാപ്പി ഓണം എന്നോട് പറഞ്ഞു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ടാറ്റാ പറയൂ. ടാറ്റാ. മുത്തശ്ശനോട് ടാറ്റാ പറയൂ. ടാറ്റാ. പോയിട്ട് വരാന്ന് പറയോ? പോയിട്ട് വരാമെന്ന് പറയും. ഓക്കെ ടാറ്റാ പറയും. ഹലോ, അപ്പൊ നമ്മൾ ഇന്നലെ പാഞ്ഞാളിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ എത്തിയിട്ട് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഇന്ന് നമുക്ക് ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഓണം സെലിബ്രേഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഓക്കെ ഇന്നത്തെയും കൂടി വിഷ്വൽസ് ആഡ് ചെയ്തിട്ട് വ്ളോഗ് എൻഡ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ഓഫീസിലെ സെലിബ്രേഷൻ വിഷ്വൽസിലേക്ക് കിടക്കാം. ഓക്കെ. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.
രാഗം പുതുരാഗം ഈ മണ്ണിൻ മാറിൽ നിറയാൻ വർണ്ണം പുതുവർണ്ണം ഈ സന്ധ്യയിലഴകായി പൊഴിയാൻ രാഗം പുതുരാഗം ഈ മണ്ണിൻ മാറിൽ നിറയാൻ വരികാറ്റേ രാമായണ കാറ്റേ ഉണ്ട് നമ്മുടെ ഓണം. അടിപൊളിയല്ലേ വേഗം